Hello friends, once again welcome back to my YouTube channel. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സാധാരണ ഒരു ടിവിയെ സ്മാർട്ട് ടിവി ആക്കുന്നതിനുള്ള ഒരു ആൻഡ്രോയിഡ് ടിവി ബോക്സ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്നത് bangoo.com ആണ്. വളരെ സിമ്പിൾ ആയ ഡിസൈൻ ആണ് പാക്കേജിന് മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് കണ്ടു നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ആൻഡ്രോയിഡ് ടിവി ബോക്സ് ആണ്. അതായത് TX3 മിനി. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇത് ഏതെല്ലാം പ്ലാറ്റ്ഫോമിൽ സപ്പോർട്ട് ചെയ്യുമെന്നും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നീട് ഈ ബോക്സിൽ അവശേഷിക്കുന്നത് ഈ ഒരു TX3 മിനിയുടെ ചാർജർ, അതുപോലെ തന്നെ HDMI കേബിൾ, പിന്നീട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു റിമോട്ടും അതുപോലെ തന്നെ യൂസർ മാനുവലുമാണ്. ഇനി നമുക്ക് ഈ എല്ലാ പ്രൊഡക്റ്റുകളും ഒന്ന് വിശദമായി എന്തൊക്കെയാണെന്ന് കണ്ടു മനസ്സിലാക്കാം. വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു യൂസർ മാനുവലാണ് ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യൂസർ മാനുവൽ ശരിക്കും നമുക്ക് ഇൻസ്റ്റാളേഷൻ ടൈമിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നീട് നമുക്ക് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റായ ആൻഡ്രോയിഡ് ടിവി ബോക്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്പ്ലേയും കാണാൻ സാധിക്കും. ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു HDMI പോർട്ടും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും കാണാൻ സാധിക്കും. ഈ ഒരു HDMI പോർട്ടിൽ നിന്നാണ് നമ്മൾ ടിവിയുമായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കണക്ട് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ചാർജർ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാർജറാണ്. ചാർജറിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നീട് നമുക്ക് ഈ പ്രൊഡക്റ്റിനൂടെ ലഭിക്കുന്ന ഒരു റിമോട്ടാണ്. ഈ റിമോട്ട് ഉപയോഗിച്ചാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിമോട്ടാണ്. ഈ ഒരു HDMI കേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ടിവിയുമായിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കണക്ട് ചെയ്യുന്നത്. നമുക്കിനി ഈ പ്രൊഡക്റ്റ് എങ്ങനെ ടിവിയുമായി കണക്ട് ചെയ്യുമെന്നും അതുപോലെ തന്നെ എങ്ങനെ വർക്ക് ചെയ്യുമെന്നും ഒന്ന് കണ്ടു നോക്കാം. പ്രൊഡക്റ്റിൻ്റെ കൂടെ ലഭിച്ച HDMI കേബിൾ ഉപയോഗിച്ച് ഞാൻ ടിവിയുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ടൈം വന്നിരിക്കുന്നു, വൈഫൈയുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സ്ക്രീനാണ് കാണുന്നത്. നമുക്ക് ടി വി ഓൺ ആകുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ ക്രോമും യൂട്യൂബും അതുപോലെ തന്നെ സെറ്റിങ്സും ആപ്സൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻസ് ഒന്ന് കൊടുത്ത് നോക്കിയപ്പോൾ ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷനിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ക്രോമ് കാര്യങ്ങളെല്ലാം പിന്നെ പല അപ്ഡേറ്റുകളും ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വൈഫൈ അതുപോലെ തന്നെ സ്റ്റോറേജ് അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ വെർഷൻ എന്നിവ കാണാൻ സാധിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ആൻഡ്രോയിഡ് 7.12 അതായത് നൗഗഡ് വെർഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പേസ് കിട്ടുന്നത് 16 GB സ്പേസാണ് ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ളത്. നമുക്ക് സെറ്റിങ്സിൽ പോയാൽ ആ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. നമുക്കിവിടെ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കാൻ സാധിക്കും. ശരിക്കും നമ്മുടെ ഫോൺ എങ്ങനെ വരുന്നോ അതേ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു ടി വിയിലും വരുന്നത്. നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ക്രോമിലും കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. യൂട്യൂബിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വീഡിയോ എല്ലാം പ്ലേ ആയി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജിയോയുടെ നെറ്റിലാണ് കണക്ട് ചെയ്തത്. എന്നിട്ടും അത്യാവശ്യം നല്ല സ്പീഡിലായിട്ട് വീഡിയോ കാര്യങ്ങളെല്ലാം പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ക്രോമിൽ പോയ ശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ക്രോം ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ നിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണ്. നമുക്ക് റിമോട്ടിൽ തന്നെ നമുക്ക് മൗസ് പോയിൻ്റ് മാറ്റുന്നതിനുള്ളൊരു ഓപ്ഷനുമുണ്ട്. അതുപോലെ തന്നെ കീബോർഡ് ടച്ച് ചെയ്യുന്നുള്ള ഓപ്ഷനുണ്ട്. അത് നമ്മുടെ റിമോട്ടിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കൊരു കീബോർഡ് ഉണ്ടെങ്കിൽ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്രോമിൽ അർലിൻ വോൾഗർ എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് റിസൾട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പണായി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ടി വിയിൽ കാണുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മുടെ ചാനൽ ടി വിയിലും ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയുടെ എല്ലാം തംബ്നെയിൽ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ പ്ലേ ആകുന്നുണ്ട്. ടി വിയിലും വലിയ ലാഗ് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ചെറിയ നെറ്റേ ഉള്ളൂ എങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ലോഡ് ചെയ്ത് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടി വിയെ സ്മാർട്ട് ടി വി ആക്കാൻ ആഗ്രഹിക്കുന്നൊരു കൂട്ടുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ വീഡിയോ ഒക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ എൻ്റെ
ലിങ്ക് ഉപയോഗിച്ച് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് ലിങ്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഈ ഒരു പ്രൊഡക്റ്റിന് വില വരുന്നത് 3000 രൂപയിൽ താഴെയാണ്. ഇപ്പോൾ എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങുവാണെങ്കിൽ 2500 രൂപയിൽ താഴെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഓഫറിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ TV ഒരു സ്മാർട്ട് TV അല്ലെങ്കിൽ അതിനെ സ്മാർട്ട് TV ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എനിവേ ഇന്ന് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.